സോ ഹേ ഗൈസ്, ഫിയർ ഓഫ് ദ ഗോസ്റ്റിന്റെ പാർട്ട് 1 വീഡിയോയിലേക്ക് മച്ചവർക്ക് സ്വാഗതം. ഗൈസ്, നമ്മളിപ്പോ ഇന്ന് MC ഗെയിമർ ആയിട്ട് ഒരു ഹൊറർ ഗെയിം പ്ലേ വീഡിയോ ആണ് ഗൈസ് കളിക്കാൻ പോകുന്നത്. MC ഹായ്. അപ്പൊ ഗൈസ്, ഇത് നമ്മൾ വന്നിരിക്കുകയാണ് പ്രയത്നം പിടിക്കാൻ. ഇത് വലിയ കഥയൊന്നുമല്ല, ചെറിയ കഥയാണ്. സംഭവം ഇതാണ്: ഞങ്ങൾ രണ്ട് ജോലി ഇല്ലാതെ അലിഞ്ഞു തിരിഞ്ഞടക്കുമ്പോ ഏതോ ഒരു അപ്പുവം വന്ന് ഞങ്ങൾക്ക് ഈ ജോലി തന്നു. അതെ ഗൈസ്, MC ഗെയിമർ ഞാനും ഒരേ സ്കിന്നിൽ. എന്റെ സ്കിൻ അടിച്ചു പറ്റി. ഞാനാ റെഡ് കളർ, എനിക്കാണ് റെഡ് കളർ, നിന്റെ പച്ച കളർ അല്ലേടാ. ഓക്കെ, അപ്പൊ ഗൈസ് ഇത് സംഭവം എന്താ വെച്ചാൽ വേറൊന്നുമല്ല, നമ്മള് ജോലി ഇല്ലാതെ കറങ്ങിയടിച്ചിട്ടപ്പോ എന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, ഇവിടെ കിട്ടലും ജോലി ഉണ്ട്, കൂട്ടാനാണോ അപ്പൂപ്പൻ? ലക്ഷങ്ങളിൽ സമ്പാദിക്കാൻ പറ്റും, പക്ഷെ ഒരു ഗോസ്റ്റിനെ ഒഴിപ്പിക്കണം. പിന്നെ എനിക്ക് MCക്ക് പണ്ട് മുതലേ ഗോസ്റ്റ് എന്ന് ഇട്ട് കഴിഞ്ഞാൽ പേടിയൊന്നും ഇല്ല. ഞങ്ങള് ഗോസ്റ്റിനെ വരെ വെല്ലുവിളിക്കുന്ന ആൾക്കാരാണ്. ഞാൻ അപ്പൊ ഈ കുരിശെടുത്തിട്ടുണ്ട് എന്നെ ഒന്നും ചെയ്യാതിരിക്കാൻ. എടാ, ഈ സംഭവം നല്ല കേട്ടാ. നീ കുരിശെടുത്തോ? ഈ സിംസിയർ കുരിശൊക്കെ എടുത്ത് തളയ്ക്കാൻ പോവാണ്. നമ്മുടെ ജോലി എന്ന് വെച്ചാൽ ഏത് പ്രേതമാണെന്ന് നോക്കണം. ഓക്കെ, നമുക്ക് വീട്ടിനകത്ത് പോവാം. ഈ സാധനം കണ്ടോ? ഈ സാധനം ഇതില് ചുവന്ന കളർ വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത് പ്രേതം നിർത്തും. എടാ, ഡോർ തോർച്ചോളാക്കാം. ഞാൻ MC ആണ്, ഞാൻ നിങ്ങളുടെ വലിയ ഫാനാണ്. ചായ വേണോ? ഞാൻ ഒരു ചായ എടുക്കാൻ വേണമെങ്കിൽ. അരവണയല്ലേ ഇത്? അരവണ അല്ലേ? ഏതാണ് അരവണ? നീ അരവണയൊക്കെ ഇരിക്കുന്നു. ചേട്ടൻ അരവണ തിന്നാൻ മതിയാ തോന്നുന്നു, അപ്പോഴാണ് ചത്തു. ഓ മൈ ഗോഡ്, സമയം ഇപ്പോൾ 6 മണി 5 മണി സമയം. 2 കണ്ടു. അയ്യോ, അയ്യോ രാവിലെ ആയോ? പുകയൊക്കെ വെച്ചിട്ട് അയ്യോ സാധനം പൊട്ടിപ്പോടാ. ശേ, അത് ചത്തുപോയി. ഞാൻ ഞാൻ ചത്തു. നിനക്കെന്നെ കാണാൻ പറ്റുണ്ടോ? ചത്തടക്കുന്നു. എടാ നീ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോനൂസ് ഗെയിമിംഗ് ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രേതത്തിനെ തകർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ആയി വന്നു, വേറൊന്നുമില്ല. ഇപ്രാവശ്യം ഞാനിതെടുക്കാം, നീ ആയതെടു. പ്രേതം വരുമ്പോ ഉടനെ ഇറങ്ങിയാൽ നിന്നെയാണോ ഉന്നോ? ടോർച്ച് ഉണ്ട്. മറ്റേ ഈ സംഭവം എടുത്തോ. ക്രോസ് കുരിശെടുത്തിട്ടുണ്ട്. ഒഴിഞ്ഞു പോ ഇതെറിഞ്ഞു. ഇത് പ്രേതം വരാൻ അണ്ണാക്കിലോട്ട് അറിയണല്ലേ, മറ്റേ സിനിമയിലൊക്കെ. ടോർച്ച് ഓക്കെ, ടോർച്ച് കിട്ടി. MCയെ ഓടിപ്പോയി ലൈറ്റ് ഇട്ടോ. ലൈറ്റ് ഇടോ? പ്രേതം വന്നാലോ? എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വട്ടം മണ്ടയിലാണ്, ഈ താഴെ ആയിരിക്കും. ബാത്റൂമിൽ പ്രേതം പോടാ പറ്റി പേടിപ്പിക്കാതെ. നേരെ മഞ്ഞയിൽ പോയി. ബാത്റൂമിലോട്ട് പ്രേതം. നിനക്ക് എങ്ങനെ അറിയാം? ഇത് മഞ്ഞിലോട്ട് പോയി. ബാത്റൂമിൽ കയറാൻ നേരത്ത് മഞ്ഞിലോട്ട് പോയി. ഞാന് പറഞ്ഞതാ. പതി ഇവിടെ ചാവാൻ കിടന്ന പുള്ളിക്കാരൻ അരവണ കഴിച്ചിട്ട് ചാവാൻ പോയെ. അപ്പൊ എനിക്ക് തോന്നുന്നത് പ്രേതം അരവണയിൽ വിഷം കലക്കി കൊന്നതാവുന്നു. അരവണ വിഷം കലക്കി ഇത്തേക്ക് എനിക്ക് അതാ തോന്നുന്നു. അല്ലെങ്കിൽ ഇത് പെപ്സി ആവുന്നു. പരിപാടിയാടാ. ഞാൻ നോക്കുമ്പോ അവിടെ ബോധം കിട്ടു വീടടാ. അയ്യോ, ഞാൻ ഒറ്റയ്ക്കായ. എടാ, എനിക്ക് തോന്നുന്നു നമുക്ക് ഈ ബാക്ക് വഴി കയറാവേ. എടാ, പ്രേതം ഈ ബാസ്കറ്റ് പ്ലെയർ. പ്രേതം ബാസ്കറ്റ് പ്ലെയറാ? ബാസ്കറ്റ് ബോൾ പ്ലെയറാ? ഓക്കെ, MCവരുടെ വഴിയായി കിടക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞാൻ ഇവിടെ ഫുള്ള് പുകയാണ് കാണുന്നത്. മോനൂസ് ഗെയിമിംഗ് ഇവിടെ നിന്ന് കറങ്ങുന്നു. ലൈറ്റ് ഇടാം. ഇപ്പൊ ഈ പ്രേതത്തെ ഞാൻ കണ്ടില്ലായിരുന്നു. അപ്പൊ പ്രേതം നീ എവിടെ നിന്നായിരുന്നു വന്നത്? എനിക്കറിയില്ല. നിന്നെ നോക്കി വരുമായിരുന്നു. അരവണ്ണയുടെ കളക്ഷൻ ഉണ്ട് ഇവിടെ. അരവണ്ണയുടെ കളക്ഷൻ നമുക്ക് അരവണ്ണ എടുക്കാൻ പറ്റത്തില്ലേ? ഇല്ലല്ലേ? എനിക്കറിയില്ല.
നമുക്കപ്പൊ ഇനി ഒത്തിരി പേടിക്കാതെ ഇത് സ്റ്റോർ റൂം അല്ലേ? എടാ നിനക്ക് ആ സാധനം എറിയായിരുന്നല്ലോടാ ആ പ്രേതം വരാൻ നേരത്ത്. ഞാൻ കണ്ടില്ല, കണ്ടാലേ അറിയാൻ പറ്റത്തുള്ളൂ. എനിക്ക് ആ ലൈറ്റിന്റെ ആ ഒരു മങ്ങൽ കണ്ടപ്പോ തന്നെ ഞാൻ പുറത്തോട്ട് ഓടി. ഞാൻ നോക്കുമ്പോ നീ പുറത്തോട്ട് ഓടി, പക്ഷെ പുറത്തുനിന്ന് നിന്നെ ബാക്കിൽ നിന്ന് അടിച്ചു വീഴ്ത്തി. ഓക്കെ, പ്രേയത്തിന്റെ ബെഡ്റൂം കണ്ടു. ഇതിന്റെ ബെഡ്റൂം എടാ എടാ ഓടിക്കോ. എടാ പട്ടി, നീ ഇങ്ങനെ ആത്മാവായിട്ടിരിക്കാൻ സഹായിച്ചു. നീ ഇങ്ങനെ പ്രയത്തിനൊന്നും ചെയ്യത്തില്ല. മണ്ടേ പോയി നോക്ക്. ഞാൻ മണ്ടേ പോയപ്പോഴാ അത് പറഞ്ഞപ്പോഴാ അവന്റെ മറ്റേ പ്രേതം എന്ന സംഭവം നിന്റെ കയ്യിലല്ലായിരുന്നോ? അത് ഞാൻ ചത്ത സ്ഥലത്ത് വീണ്, ചത്തപ്പ അവിടെ എവിടാണ്ട് വീണ്. ദേ ഇവിടെ കിടപ്പുണ്ട്, ഞാൻ ഇറങ്ങിയ ദേ ഇവിടെ കിടക്കുന്നു ഡോറിന്റെ ഫ്രണ്ട് വശത്ത്. എവിടെ? ആ ഇത് എവിടെ? എടാ ഇവിടെ ഇത്തിരി കേറി വാ. അപ്പൊ ഈ ഇവിടെ കിടപ്പുണ്ട്. ഇല്ല, എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. മോനൂസ് ഗെയിമിംഗ് പണ്ടേ പ്രേതമല്ല. അവന്റെ അച്ഛൻ വന്നാ പോലും ഞാൻ പേടിക്കത്തില്ല. പ്രായത്തിന്റെ അപ്പൂപ്പനെ വിളിക്കാം. ഇതൊക്കെ എന്നാ ചെറിയ റൂമടാ, വീടടാ. ഇതൊക്കെ ഗ്രാനീലത്തെ വീട്. ഇതൊക്കെ തുറക്കാൻ പറ്റുമോ? ഇല്ല, തുറക്കാൻ പറ്റത്തില്ല. നമ്മൾ എസ്കേപ്പ് ചെയ്യാനല്ല വന്ന, പ്രയത്തിനെ ഓടിക്കാനാ. ആ ശരി, പി സി. ഓ പ്രേതം പി സി പ്ലെയർ ആണെന്ന് തോന്നുന്നു. ഇതെന്റെ വീടായിരുന്നു, ഇതെന്റെ വീട്. ആ സൂപ്പർ. ഞാനിവിടെ ഗെയിം കളിച്ചിരുന്ന പ്രേതം വന്നതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചത് പ്രേതത്തിനെ ഓടിക്കാൻ. അങ്ങനെയായിരുന്നു. പ്രേതവും പിന്നെ പ്രേതത്തിന്റെ കൂട്ടുകാരനൂടെ കിടക്കേണ്ടെന്ന് ഹോസ്റ്റൽ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഞാൻ എല്ലാ റൂമിലും കീറി നോക്കി, ഒരു പ്രേതത്തിനും ഞാൻ കണ്ടില്ല. എടാ പൊട്ടാ, ബുക്ക് ആളുടെ കേസി പ്രേതം എടാ ലൈറ്റ് വന്നടാ. ഇല്ല ലൈറ്റ്. എടാ സംഭവം എന്താന്ന് വെച്ചാൽ നമ്മൾ ആ മിഷൻ എടുക്കണം. എവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രേതത്തിന്റെ സെൻസ് വരുന്നത് അവിടെ നമ്മള് പോയി ഈ ബുക്ക് പ്ലേസ് ചെയ്യണം. അപ്പൊ അതിന്റെ സൈൻ വാങ്ങണം. സൈൻ വാങ്ങിച്ചിട്ട് നോക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇതൊക്കെ ഉണ്ട്, സൈൻ എന്ന് പറയുന്ന ഒരു സംഭവമൊക്കെ നമുക്ക് ചോദിക്കാൻ കഴിയും. ഇതെന്താ ഇവിടെ ചോപ്പ്? ചോക്ക ഷോപ്പ് ഇന്ത്യയിലെ ഐറ്റം കാണാതെ പോയാൽ അത് വാങ്ങാൻ കഴിയും. ആ ഓക്കെ. അപ്പൊ എനിക്കിപ്പോ 100 കോയിൻസ് ഉണ്ട്. സോ എനിക്കിപ്പോ 100 കോയിൻസ് കളയേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്കിനി ലെറ്റ്സ് ഗോ ഫോർ ദ ഹണ്ടിങ് ഫോർ ഗോസ്റ്റ്. ഓക്കെ, നമുക്കിങ്ങനെ ചോദിക്കാൻ പറ്റും. ഞാൻ ചോദിക്കാം. ഞാൻ ചോദിക്കട്ടാ, ഹംഗ്രി ആണെന്ന് ചോദിക്കട്ടാ. നമ്മുടെ നീ അവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ? മറ്റേ എടാ പട്ടി, ലൈറ്റ് ഓഫ് ആക്കുന്ന എന്തിനാടാ? ലൈറ്റ് ഓൺ ആക്കടാ. നീയല്ലേ ഓഫ് ആക്കിയ? ഐ തിങ്ക് ഇവിടെ പ്രേതമൊന്നും ഇല്ലാന്നാ ഞാൻ പറയുവാണെങ്കിൽ. മണ്ടക്കത്തെ റൂം അടച്ചിരിക്കുക, അപ്പൊ പേടിക്കണ്ട. എല്ലാ റൂമും ആദ്യം അടച്ചിട്ട് നമ്മളല്ലേ തുറക്കുന്നേ. ഞാൻ ചോദിക്കുന്നുണ്ട് അവന്റെ അടുത്ത്, നീ ദേഷ്യത്തിലാണോ? ആ അങ്ങനെയൊക്കെ പറ്റുമോ? ഇതുകൊള്ളാലൊരു താഴെ സംഭവം ഇല്ല. സൂപ്പർ, നല്ല കുളിമുറിയാണ്. ചില്ലും കൊണ്ടാണ്. അപ്പൊ അകത്തുനിന്ന് പുറം കാണാം, പുറത്തുനിന്ന് അകവും കാണാം. ഇവിടേക്ക് എന്നെ കുരിശോട് ഞാൻ കുരിശെറിയാ. എനിക്ക് പേടിയാ പോണേ. ഇപ്പൊ വരും എറിയടാ, എറിയടാ. പ്രേതം വന്നില്ല. ഇതിന്റെ നോട്ടിഫിക്കേഷൻ തന്നെ എറിയടാ. ഞാൻ ഇറങ്ങി ബ്രോ. ഞാനടുത്ത് ഈ ലാസ്റ്റ് ആളെ ഞങ്ങൾ പ്രേതത്തിനെ പിടിച്ചിരിക്കും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പ്രേതം എവിടെ നോക്കണം. ഇതാണോ ക്വസ്റ്റ്യൻസ്? ഗീവ് മീ സൈൻ, ആർ യു ആംഗ്രി, അതാണോ? ആ അത് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാൻ കഴിയും. പിന്നെ ഇത് നമുക്ക് തപ്പണം. ഫസ്റ്റ് നമുക്ക് എടാ മിസ്സി ചോമലയിലോട്ട് പോയി. ദാറ്റ് മീൻസ് ഇവിടെ പ്രേതമുണ്ട്. എനിക്ക് നീയാണോ പ്രേതം? ആടാ ഞാനാ പ്രേതം നിന്നെ പിടിക്കാൻ. ഞാൻ ബുക്ക് എടുത്തിട്ടുണ്ട്. അവൻ വരുമ്പോ ഒന്നേ അറിയൂ. ആർക്കും ജോയിൻ ആവാട്ടോ, പ്രേതങ്ങൾക്ക് ജോയിൻ ആവാം. ഓക്കെ, പ്രേതം വരുമ്പോ നമ്മൾ ഈ ബുക്ക് അറിയും. എവിടെ റെഡ് എത്തുന്ന പറയണം, അവിടെ ഈ ബുക്ക് വെച്ചാൽ മതി. പിന്നെ
നമുക്ക് ആദ്യം എല്ലാ ഡോറും തുറന്നിട്ടേക്കാം. കഴിഞ്ഞോട്ട് ഈ ഡോറിൽ വിളിച്ചപ്പോൾ ഞാൻ ഇവിടെ മറ്റു ഈ അരമണി തൊട്ടിട്ട് എടാ മഞ്ഞയിലോട്ട് പോണു, മഞ്ഞയിലോട്ട് പോണു. ഇന്നിറങ്ങി ഫോർ സെയില് ഈ സാധനം ആദ്യം മേടിക്കൂ. ഇപ്പൊ വീണ നീ ഇപ്പൊ ഒന്നും കേട്ടില്ല സൗണ്ട് ഒന്നും ഇല്ല. അത്രേ ഉള്ളൂ. അപ്പൊ നമുക്കിനി ഈ റൂം തുറക്കാം. എടി ഒട്ടും റൂമില്ല, ഉള്ള റൂം തുറന്നിട്ടും ഒരു കാര്യമൊന്നുമില്ല. ഇത് വെച്ച് അറിയാൻ കഴിയും പ്രേതം എവിടെയൊക്കെ നടന്നിട്ടുണ്ടെന്ന്. അവിടെ കൊണ്ട് ആ ബുക്ക് വെക്കുവാണെങ്കിൽ അറിയാൻ കഴിയും. നമുക്ക് വണ്ടേ പോ ലെറ്റ്സ് ഗോ. ദേ ബാത്റൂമിൽ ഞാൻ സ്കാൻ ചെയ്യുമ്പോ പ്രേതം വന്നാ കണ്ടാൻ വഴി ദേ ഇപ്പോഴും പച്ച കളർ തന്നെയാണ്. മെഷീൻ ഒരു കുഴപ്പമില്ല, പച്ച കളർ തന്നെ. ഓവർ സൗണ്ട് കൂടുന്നില്ലേടാ? എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഐ തിങ്ക് പന്തികേടിന്റെ ലക്ഷണമാണ്. എന്ത് അരമണയാണോ? അരമണ എനിക്ക് കുറച്ചാ പോടാ അത് ഇതിന്റെ ഫുൾ സ്റ്റെപ്പ്. അതെ നീ ടോർച്ച് വീണപ്പോ ടോർച്ച് പ്രേതത്തിന്റെ ഫുഡ് സ്റ്റെപ്പിൽ തെളിഞ്ഞിരിക്കുന്നു. ഈ സാധനം അടിച്ചു പോയിട്ടാ. എടാ ഈ സാധനം ചുമലൊക്കെ അടിക്കുക. അയ്യോ ആ ആ